KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ജനാസ സന്ദർശന വേളയിൽ കാന്തപുരത്തിന് എന്ത് സംഭവിച്ചു? ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഇന്ന് KMIC ന്യൂസ് ടൈമിൽ. ജിന്ന്, തൗഹീദ്, വഹാബിസം, ജനകീയ വിചാരണ. നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ ഫൈസൽ ഹസനി ഇന്ന് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ. തത്സമയം KMICയിൽ. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധന മന്ത്രിസഭ ഉപസമിതി രൂപവൽക്കരിച്ചു. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. കള്ളുനിരോധ ആവശ്യം ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ബസ് ചാർജ് വർധന സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കാൻ മന്ത്രിസഭ ഉപസമിതി രൂപവൽക്കരിച്ചു. മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KM മാണി, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരാണ് സമിതിയിലുള്ളത്. ഈ മാസം 9 ഉപസമിതി അംഗങ്ങൾ ബസ് ഉടമകളുമായി ചർച്ച നടത്തും. ഓട്ടോ, ടാക്സി വില വർധനയും പരിഗണനയിലുണ്ട്. സബ്സിഡിയോടെ 9 പാചകവാതക സിലിണ്ടറുകൾ നൽകുന്ന കാര്യത്തിൽ പ്രത്യേക പാക്കേജ് തയ്യാറാക്കുമെന്നും UDFന്റെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ പാക്കേജ് മന്ത്രിസഭ ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡിസംബർ, നവംബർ മാസങ്ങളിൽ നടക്കും. ഗുജറാത്തിൽ 2 ഘട്ടങ്ങളിലായി ഡിസംബർ 13, 17 തീയതികളിലാണ് വോട്ടെടുപ്പ്. ഹിമാചൽ പ്രദേശിൽ നവംബർ 4-നാണ് വോട്ടെടുപ്പ്. ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ ഡിസംബർ 20 നടക്കും. ഹിമാചൽ പ്രദേശിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 17-നാണ്. 18-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ഗുജറാത്തിൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പിന് നവംബർ 24-നും രണ്ടാം ഘട്ടത്തിന് നവംബർ 30-നും മുമ്പ് പത്രിക സമർപ്പിക്കണം. ഇതോടെ ഇരു സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും നിലവിൽ വന്നു. രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും പ്രചാരണത്തിനായി നടത്തുന്ന ധനവിനിയോഗം നിയന്ത്രിക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ VS സമ്പത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥികളുടെ പണമിടപാടുകൾക്കായി പ്രത്യേക ബാങ്ക് അക്കൌണ്ട് ആരംഭിക്കണമെന്നും ഈ അക്കൌണ്ടിൽ നിന്ന് പണം ചെലവഴിക്കാവൂ എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 സത്യവാങ്മൂലങ്ങൾ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കണം. ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അറിയിക്കുന്നതും സ്വത്ത് വിവരങ്ങൾ വ്യക്തമാക്കുന്നതിനുമാണ് സത്യവാങ്മൂലങ്ങൾ. കള്ള് നിരോധിക്കണമെന്ന പ്രസ്താവന ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ET മുഹമ്മദ് ബഷീർ കുറേക്കൂടി പക്വതയും മാന്യതയും കാണിക്കണമെന്നും ആറന്മുള വഴിപാട് വള്ളസദ്യ നടത്തുന്നതിനെത്തിയ വെള്ളാപ്പള്ളി വാർത്താലേഖകരോട് പറഞ്ഞു. കള്ള് നിർത്തലാക്കണമെന്ന ആവശ്യം ഒരു സമുദായത്തിലെ 1 ലക്ഷത്തോളം ആളുകളുടെ ഉപജീവനം ഇല്ലാതാക്കാനാണെന്ന് മനസ്സിലാക്കാൻ പാടൂർപ്പടി വരെ പോകേണ്ടതില്ല. കേരളത്തിൽ സംഘടിത ന്യൂനപക്ഷം അസംഘടിത ഭൂരിപക്ഷത്തെ ഭരിക്കുന്ന അവസ്ഥയാണ്. മുസ്ലിം ലീഗിന്റെ മതേതര സ്വഭാവം മതാധിപത്യത്തിലേക്ക് മാറി. വ്യാജക്കള്ളുണ്ടെങ്കിൽ കണ്ടെത്താത്തത് ഭരണ സംവിധാനത്തിന്റെ പോരായ്മയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം സമ്പൂർണ്ണ മദ്യനിരോധം പറയുമ്പോൾ ചെത്തു തൊഴിലാളികളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ മദ്യപിച്ചെത്തുന്ന ഭർത്താക്കന്മാരുടെ ചവിട്ടേറ്റി പിടയുന്ന ഭാര്യമാരുടെ വേദന കാണാത്തതെന്തെന്ന് ET മുഹമ്മദ് ബഷീർ ചോദിച്ചു. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ രാഷ്ട്രപുരോഗതി രാഷ്ട്രീയത്തിനപ്പുറം എന്ന വിഷയത്തിൽ പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ET. കാലം മാറുന്നതിനനുസരിച്ച് തൊഴിൽ രംഗത്തും മാറ്റം വരും. പുതിയ തൊഴിൽ മേഖലകൾ ഉയർന്നുവരും. ധാരാളം പേർ പണിയെടുക്കുന്ന ബീഡി വ്യവസായം
തകരുമെന്നതുകൊണ്ട് എല്ലാവരും ബീഡി വലിക്കണമെന്ന് പറയാനാകുമോ എന്നും അദ്ദേഹം ചോദിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധത്തെക്കുറിച്ച് പറയുമ്പോൾ അധിക്ഷേപിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജ്ഞാത വാഹനം ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോ ഡ്രൈവർ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം പൊന്നാനി ചമ്രവട്ടം വട്ടപ്പറമ്പിൽ നൌഫലാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിക്ക് എടപ്പാൾ ജംഗ്ഷനിലെ കോഴിക്കോട് റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത്. തവനൂർ ചാവക്കാട്ടുവളയിൽ മൊയ്തീൻകുട്ടി, തിരുവേങ്കുന്ന് കൂലിക്കൽ സ്വാദിഖ്, കാലടി കാടുവീട്ടിൽ മുഹമ്മദ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കാളമ്പാടി ഉസ്താദിന്റെ ജനാസ സന്ദർശന വേളയിൽ കാന്തപുരത്തിന് എന്ത് സംഭവിച്ചു? ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് KMIC ന്യൂസ് ടൈമിൽ. മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. SSFിൻ മക്കൾ ഞങ്ങൾ ധർമ്മപ്പടയുടെ ഘോഷം, കർമ്മം കൊണ്ട് ജയിക്കും ഞങ്ങൾ വിമോചനത്തിന്റെ വഴിയിൽ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. സംസ്കാരത്തിൻ ഭദ്രത കാക്കാൻ കൈകൾ കോർക്കൂ സോദരരെ, സാമ്രാജ്യത്വം വിസമ്മതിക്കാൻ പടയണി ചേരൂ സോദരരെ. വാർത്തകൾ തുടരുന്നു. EK വിഭാഗം സംസ്ഥയുടെ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ പണ്ഡിതനുമായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ ജനാസ ഖബറടക്കി. മരണവാർത്തയറിഞ്ഞ് ആയിരങ്ങളാണ് ജനാസ സന്ദർശനത്തിനെത്തിയത്. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജനാസ സന്ദർശിച്ചു. നിര്യാണത്തിൽ കാന്തപുരം അനുശോചനം അറിയിച്ചു. അതേസമയം ജനാസ സന്ദർശന വേളയിൽ കാന്തപുരത്തിനെതിരെ നടന്ന നീക്കങ്ങൾ ആശയക്കുഴപ്പത്തിനിടയാക്കി. XKSSF പ്രവർത്തകരിൽപ്പെട്ട ഒരു വിഭാഗം കാന്തപുരത്തിനെതിരെ ജനാസക്കരികിൽ വെച്ച് ബഹളം വെക്കുകയും കയ്യേറ്റത്തിന് ശ്രമിക്കുകയുമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരോട് കൂടെ ജനാസ സന്ദർശനത്തിൽ പങ്കാളിയായ സമസ്ത മുഷാവറ അംഗവുമായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നമ്മോടൊപ്പം ചേരുന്നു. ചുള്ളിക്കോട് ഉസ്താദ് കേൾക്കാമല്ലോ? അതെ, കേൾക്കാം. ഇന്നലെ മരണപ്പെട്ട കാളമ്പാടി ഉസ്താദിന്റെ ജനാസ സന്ദർശനത്തിൽ കാന്തപുരം ഉസ്താദിനോട് കൂടെ ഉണ്ടായ ജനാസ സന്ദർശനത്തിൽ പങ്കാളി എന്ന നിലക്ക് എന്താണ് അവിടെ സംഭവിച്ചത്? വിവരിക്കാമോ? തീർച്ചയായും. ആദ്യമായി KMICയുടെ ഈ ന്യൂസ് അവറിലേക്ക് സ്വാഗതം ചെയ്ത് ഓൺലൈൻ പ്രേക്ഷകർക്ക് ഉള്ള ഒരു തെറ്റിദ്ധാരണ നീക്കാനുള്ള അവസരം നൽകിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. EK വിഭാഗം സംസ്ഥയുടെ നേതാവ് കാളമ്പാടി ഉസ്താദ് മരണപ്പെട്ട വിവരം ഞാൻ അറിയുന്നത് ഇന്നലെ അസറിന് ശേഷമാണ്. എനിക്ക് ലഭിച്ച വിവരപ്രകാരം മയ്യിത്ത് പട്ടിക്കാട് ജാമിയ നൂരിയയിലാണ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ K ആലിക്കുട്ടി മുസ്ലിയാർക്ക് ടെലിഫോൺ ചെയ്ത് ഒന്ന് മയ്യിത്ത് കാണാൻ വരണം എന്ന് ഉസ്താദും ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് കൂട്ടി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജനാസ ഇപ്പോൾ ജാമിയയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്, ഉസ്താദിന്റെ വീട്ടിൽ അല്പസമയം ദർശനത്തിന് വെച്ചതിന് ശേഷം കോട്ടുമല കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ അവിടെ വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമോ? അതല്ലെങ്കിൽ ചെറുപ്പക്കാര് പലതരം കാഴ്ചപ്പാടുകാരാണല്ലോ, AP ഉസ്താദ് അങ്ങോട്ട് വരുന്നത് കാരണമായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ആലിക്കുട്ടി മുസ്ലിയാർ എന്നോട് പറഞ്ഞത്,
ജനാസ കാണാൻ വരുന്ന സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കുന്നത് മനുഷ്യന്മാരുടെ സ്വഭാവമല്ലല്ലോ. നമ്മളൊക്കെ പരസ്പരം ജനാസ സന്ദർശിക്കലും മറ്റും ഉള്ളതുമാണല്ലോ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ എന്നാൽ ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു. പിന്നീട് മഗ്രിബ് നമസ്കാര ശേഷമാണ് മർക്കസിൽ നിന്ന് പോകുന്നത്. പോകുന്ന വഴിക്ക് കൊണ്ടോട്ടി കഴിഞ്ഞപ്പോൾ കോട്ടുമല വാപ്പു മുസ്ലിമുമായി ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചു. കാന്തപുരം ഉസ്താദ് ജനാസ കാണാൻ വേണ്ടി അങ്ങോട്ട് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്റെ വകയായി ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുകയാണ്. ബാപ്പു മുസ്ലിയാർ ആത്മാർത്ഥമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഇവിടെ മരണ തിരക്കാണ്, കുറച്ച് വൈകിട്ട് വരലായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഉസ്താദിന് വേറെ ചില തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അവിടെ വന്നു പോരാം എന്നാണ് അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തന്നെ വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വന്നോളൂ, വേണ്ടതൊക്കെ ഞങ്ങൾ ഇവിടെ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. വഴിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ തങ്ങളുടെ അടുത്ത് മഅ്ദിനിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. ഇശാ നമസ്കാരം അവിടുന്ന് നിർവഹിച്ചു. പിന്നീടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ആലിക്കുട്ടി മുസ്ലിയാരോടും അതുപോലെ തന്നെ കോട്ടുമല ബാപ്പു മുസ്ലിയാരോടും ഒക്കെ സംസാരിച്ചത് കൊണ്ട് തീർച്ചയായിട്ടും അവിടെ ഒരു കുഴപ്പമുണ്ടാകാനുള്ള സാധ്യത ഞങ്ങള് അങ്ങനെ കാര്യമായിട്ട് അല്ലെങ്കിൽ ഗൗരവത്തിൽ എടുത്തുണ്ടായിരുന്നില്ല. ഏതായാലും അൽഹംദുലില്ലാഹ് വാഹനം പോകാവുന്ന പരിധി വരെ ഞങ്ങൾ വാഹനത്തിൽ തന്നെ പോവുകയും വാഹനത്തിൽ നിന്ന് ഇറങ്ങി മയ്യിത്ത് കാണാൻ അങ്ങോട്ട് നീങ്ങുകയും ചെയ്തു. അപ്പോൾ കുഴപ്പക്കാരായ എസ്കെക്കാരായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കുറെ പേര് മറ്റെവിടെ നിന്നൊക്കെയോ ഓടി വന്ന് ചുറ്റും വളയുകയും മയ്യിത്തിന്റെ ഒരു ഹുർമത്ത് പോലും പരിഗണിക്കാതെ അവിടെ ബഹളം വെക്കുകയും അവിടെ യാസീനോദാൻ നേതൃത്വം നൽകിയിരുന്ന ആളുകൾ അടക്കം ഈ ബഹളം കേട്ട് അന്തം വിട്ടുപോകുകയും ഒക്കെ ഉണ്ടായി. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ബഹളം വെക്കുന്നതിനോടൊക്കെ വിയോജിച്ചുകൊണ്ട് അവിടെ തന്നെയുള്ള മറുവിഭാഗത്തിൽപ്പെട്ട അല്പമൊക്കെ ചിന്തിക്കുന്ന, ചിന്താശക്തി പറ്റ നശിച്ചിട്ടില്ലാത്ത ചില ചെറുപ്പക്കാര് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിനെയും കൂട്ടത്തിലുള്ള ഞങ്ങളെയും അവരുടെ വലയത്തിലാക്കി മയ്യിത്ത് ദർശനത്തിന് അവസരം നൽകുകയും അത് കഴിഞ്ഞ് സുരക്ഷിതമായി ഞങ്ങളുടെ കാറിനടുത്തേക്ക് വരെ അവര് കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്തു. പക്ഷേ അസൂയ മൂത്ത മൃഗീയത ശരീരത്തിലും മാംസത്തിലും മജ്ജയിലും ഒക്കെ കലർന്ന കുറച്ച് ചെറുപ്പക്കാര് ശക്തമായി ബഹളം വെക്കുകയും അവര് കയ്യേറ്റം ചെയ്യാൻ ശ്രമം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരാളുടെ ഒരു വിരല് പോലും ഷെയ്ഖുന ഉസ്താദിന്റെ ദേഹത്ത് തൊട്ടിട്ട് പോലുമില്ല എന്നത് അള്ളാഹു തആല നൽകിയ ഒരു സംരക്ഷണമായി ഞങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ആ ചെറുപ്പക്കാര് കാണിച്ച പരാക്രമങ്ങളെ അല്ല. അവിടെ മുതിർന്ന നേതാക്കന്മാര് എല്ലാവരും ഉണ്ടായിട്ടും നമ്മുടെയൊക്കെ സംഘടനാ സിസ്റ്റത്തിലാണെങ്കിൽ അനുയായികളിൽ നിന്ന് അച്ചടക്കലംഘനം ഉണ്ടാകുന്ന പക്ഷം നേതാക്കന്മാരാരെങ്കിലും വന്ന് മൈക്കിൽ നിങ്ങളിൽ നിന്ന് അച്ചടക്കലംഘനം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുകയും പറഞ്ഞാൽ ഉടനെ ശാന്തരാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ മനസ്സിലാക്കിയ നമ്മുടെ നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധം. എന്നാൽ അവിടെ ആ നേതാക്കന്മാരാരും അങ്ങനെ പറയാൻ വരികയോ അല്ലെങ്കിൽ അനുയായികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയോ ഉണ്ടായില്ല എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖേദകരമായ ഒരു സംഭവം. എന്നാൽ അവർക്കിടയിൽ തന്നെ വിയോജിപ്പുണ്ടാവുകയും അവരിൽപ്പ തന്നെ പെട്ട ഒരു സംഘം ഉസ്താദിനെ വളരെ സുരക്ഷിതമായി ആ എതിർക്കാൻ വേണ്ടി വന്ന, പരാക്രമം കാണിക്കുന്ന മൃഗീയ സ്വഭാവത്തിൽ വന്ന തങ്ങളുടെ തന്നെ കൂട്ടുകാരെ തള്ളി മാറ്റി ഞങ്ങളുടെ വാഹനത്തിലേക്ക് എത്തിച്ചു തന്ന് അവരുടെ കൂട്ടുകാരിൽ നിന്ന് ബുദ്ധിഹീനരായ തങ്ങളുടെ SKSF പ്രവർത്തകരിൽ നിന്ന് ഉണ്ടായ ആ മൃഗീയ സ്വഭാവത്തിന് ഉസ്താദിനോട് നേരിട്ട് മാപ്പ് ചോദിക്കുകയും ഉണ്ടായി എന്ന സംഭവം
ഉസ്താദ് സന്ദർശിച്ചതിന്റെ ഒരു ഫലമായിട്ട്, അതിന്റെ ഒരു പോസിറ്റീവ് റിസൾട്ടായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദും ഞങ്ങളും ഇങ്ങനെ ഒരു സാധ്യതയെ സംബന്ധിച്ചു കൂടി ചർച്ച ചെയ്തിരുന്നു. ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് SKSSFകാരാണെങ്കിലും കുറച്ചൊക്കെ ഒരു മനുഷ്യത്വബോധം കാണിക്കും എന്നായിരുന്നു. അവർക്ക് AP ഉസ്താദിനെ ബഹുമാനിക്കാൻ സാധിക്കില്ലായിരിക്കാം, സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതും ശരിയല്ല. എന്നാൽ പോലും കാളമ്പാടി ഉസ്താദ് അവരുടെ നേതാവാണ് എന്ന അടിസ്ഥാനത്തിൽ മരിച്ചു കിടക്കുന്ന അദ്ദേഹത്തിനോട് തന്നെയെങ്കിലും അവരൊരൽപ്പം മാന്യതയും ബഹുമാനവും കാണിച്ച് ആ മയ്യത്തിന്റെ പരിസരത്ത് വെച്ച് ഇത്തരം അപശബ്ദവും അച്ചടക്കലംഘനവും അവർ കാണിക്കില്ലായിരുന്നു എന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത്. പക്ഷേ മറുവിഭാഗം എത്രമാത്രം അധപ്പതിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ വിഭാഗം തന്നെയെങ്കിലും എത്രമാത്രം അധപ്പതിച്ചു എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഞങ്ങൾക്കൊക്കെ അവസരം നൽകി എന്നേ പറയാനുള്ളൂ. ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഇന്നലെ ഞങ്ങൾ ചെന്ന സന്ദർഭത്തിൽ കാളമ്പാടി ഉസ്താദിന്റെ മയ്യിത്ത് സന്ദർശിക്കാനായി അവിടെ ഒരുമിച്ചു കൂടിയതിന്റെ ഒരു 25 ഇരട്ടി ആളുകൾ ബഹുമാനപ്പെട്ട മർഹൂം നെല്ലിക്കുത്ത് ഉസ്താദ് മരണപ്പെട്ട സമയത്ത് വീട്ടിലും പരിസരത്തിലും ആ കിലോമീറ്റർ കണക്ക് റോഡിലും നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈ ആലിക്കുട്ടി മുസ്ലിയാരും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ മുഹമ്മദ് ഫൈസിയും നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വീട്ടിലേക്ക് വന്നത്. വിനീതനായ ഞാനടക്കം അവിടെയുണ്ട്. ഞങ്ങൾ യാസീൻ ഓതി കഴിയാൻ നേരത്ത് അദ്ദേഹം കടന്നു വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ഉസ്താദുമാര് ഇറങ്ങിച്ചെന്ന് സ്വീകരിച്ച് നെല്ലിക്കുത്ത് ഉസ്താദിന്റെ മയ്യത്തിന് സമീപം കൊണ്ടുപോയി കാണിച്ച്, അത് കഴിഞ്ഞ് വീടിന്റെ വരാന്തയിൽ കസേരയിൽ ഇരുത്തി ഞങ്ങൾ ഓതി തീർന്ന യാസീനെ തുടർന്ന് ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഒക്കെ ഓതി ദുആ ചെയ്യാൻ ആലിക്കുട്ടി മുസ്ലിയാരെ ഏൽപ്പിച്ച് ഞങ്ങളുടെ സംസ്കാരം ഇതാണ് എന്നായിരുന്നു ഞങ്ങൾ അവർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെ അവരിൽ നിന്നും ഉണ്ടാകും എന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവരെ പറ്റിയുള്ള ആ ധാരണ തെറ്റായിപ്പോയി എന്ന് മനസ്സിലായി. ഏതായാലും അൽഹംദുലില്ലാഹ് ഉംറ ചെയ്യാൻ വേണ്ടി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞ് ഉംറ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ആ തിരിച്ചയച്ചത് വളരെ വലിയ നേട്ടം എന്നാണ് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചത്. ഫത്ഹൻ മുബീന എന്നാണ് അതിനെ ഖുർആൻ പരാമർശിച്ചത്. അത് വലിയൊരു വിജയമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായത് ആ ഹുദൈബിയ സന്ധിയുടെ കേവലം നീണ്ടുനിന്ന 2 വർഷം കൊണ്ട് അതിന്റെ മുമ്പ് 20 കൊല്ലം നടത്തിയ ദീനീ പ്രവർത്തനത്തെക്കാൾ വലിയ വിജയം ആ 2 കൊല്ലം കൊണ്ട് നേടാൻ കഴിഞ്ഞു എന്നതാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ 20 കൊല്ലം കൊണ്ട് എത്രമാത്രം ആളുകളുടെ മനസ്സിനെ ദീനിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞുവോ അതിനേക്കാൾ കൂടുതൽ ആളുകളെ ഈ 2 കൊല്ലം കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ആ ഒരു സംഭവത്തിന് സാധിച്ചു എന്ന് ലോക ചരിത്രകാരന്മാർ മുഴുവൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് രാവിലെ മലപ്പുറത്ത് നിന്ന് ഒരു പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൻ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ചുള്ളിക്കോട് നിങ്ങളും കാന്തപുരം ഉസ്താദും വന്നത് വളരെ നന്നായി. എന്റെ പരിചയത്തിലും ബിസിനസ് പങ്കാളിത്തത്തിലും പെട്ട 25ഓളം വ്യത്യസ്ത രാഷ്ട്രീയക്കാരും മാത്രമല്ല ഗ്രൂപ്പുകാരുമായ ആളുകൾ ഇന്ന് എന്നെ വിളിച്ചു പറയുകയുണ്ടായി, ഇത്രമാത്രം അധപ്പതിക്കാൻ എങ്ങനെ ഒരു പണ്ഡിത നേതൃത്വമുള്ള സംഘടനക്ക് സാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആളുകളെ അത്രയും മോശമാണെന്ന് അവരുടെ ഇടയിൽ തന്നെ വിലയിരുത്താൻ ഈ സംഭവത്തിന് കാരണമാകാൻ കഴിഞ്ഞു. നിങ്ങളെപ്പറ്റിയൊക്കെയുള്ള മതിപ്പ് അവർക്ക് വർദ്ധിക്കുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചത് അതായിരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഉണർത്തുന്നുള്ളൂ. ഉസ്താദിനെ കയ്യേറ്റം ചെയ്യലോ ഉസ്താദിന്റെ ശരീരത്തിൽ ഒരാളുടെ ഒരു വിരല് പോലും തൊടലോ അവിടെ ഉണ്ടായിട്ടില്ല. ഉസ്താദിന് പ്രൊട്ടക്ഷൻ നൽകിയത് അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട നല്ല മനുഷ്യരാണ്. നേരത്തെ ആലിക്കുട്ടി മുസ്ലിയാർ പറഞ്ഞിരുന്നല്ലോ, ജനാസ കാണാൻ വരുന്ന സ്ഥലത്ത് വല്ലവരും കുഴപ്പമുണ്ടാക്കുമോ എന്ന്. അതെ, മനുഷ്യരാരും കുഴപ്പമുണ്ടാക്കൂല. പക്ഷെ മൃഗമായി പോയാൽ അവര് കുഴപ്പമുണ്ടാക്കുന്നത് പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊട്ടക്ഷൻ തീർത്ത ചെറുപ്പക്കാരൻ പിന്നീട് മഅദിനിൽ ചെന്ന് ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളോട് വിളിച്ച് ഉസ്താദിനോട് പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം, ഞങ്ങളുടെ ആളുകൾ ഇത്രയും മോശമാകും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല.
എന്ന് പറഞ്ഞ് തരഞ്ഞു എന്ന റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇന്ന് അസറിന് തൊട്ട് മുമ്പ് കോട്ടുമല വാപ്പു മുസ്ലിയാർ തന്നെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ വിളിച്ച് ഇന്നലെ വന്ന അബദ്ധത്തിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് ഉസ്താദ് തന്നെ പറയുകയുണ്ടായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് അൽഹംദുലില്ലാഹ് ഇന്നലെ ഉസ്താദ് അവിടെ ജനാസ കാണാൻ പോയതും വളരെയധികം ഖൈറായി എന്നാണ്. അതുപോലെ ആ മൃഗീയ സ്വഭാവം അവരുടെ ചില ആളുകൾ കാണിച്ചത് അതും നമുക്ക് ഖൈറാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതല്ലാതെ മറ്റു തരത്തിൽ വല്ല പ്രചരണവും ഇന്നലത്തെ ഉസ്താദിന്റെ ആ ജനാസ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റിലോ മറ്റോ നടക്കുന്നുണ്ട് എങ്കിൽ ആ സംഭവത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ പൂർണ്ണമായി അതിന് സാക്ഷിയായ ഒരു വ്യക്തി എന്ന നിലയിൽ ആ പ്രചരണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്, തെറ്റാണ് എന്ന് ഈ വാർത്ത കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകരെയും അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. നന്ദി ബഹു ചൊല്ലിക്കോട് ഉസ്താദ്. ന്യൂസ് ടൈമിൽ പങ്കെടുത്ത് വിവരങ്ങൾ നൽകിയതിന് വളരെയേറെ നന്ദി അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സത്യമായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഭാഗ്യം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവർക്കും എന്റെ വക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംഘടനാ വാർത്തകൾ. പ്രമുഖ പണ്ഡിതനും നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുവര്യരുമായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ നിര്യാണത്തിൽ RSC കുവൈത്ത് കമ്മിറ്റി അനുശോചിച്ചു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്താനും മയ്യിത്ത് നിസ്കരിക്കാനും സോൺ യൂണിറ്റ് കമ്മിറ്റികളോടും പ്രവർത്തകരോടും RSC നാഷണൽ കമ്മിറ്റി അഭ്യർത്ഥിച്ചു. അബ്ദുള്ള വടകര, അബ്ദുൽ ലത്തീഫ് സഖാഫി, സമീർ മുസ്ലിയാർ, മുഹമ്മദ് ബാദഷാ മുട്ടന്നൂർ, മിസ് അബ് വില്യാപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. കേന്ദ്ര വിദേശ മന്ത്രാലയം പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമുള്ള ഫീസ് കുത്തനെ ഉയർത്തിയത് ഒരു നിലയ്ക്കും നീതീകരിക്കാനാവില്ലെന്ന് റിസാല സ്റ്റഡി സർക്കിൾ സൗദി നാഷണൽ സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. വിദേശ മന്ത്രാലയം 50% വർദ്ധിപ്പിച്ചപ്പോൾ സൗദിയിലെ ഇന്ത്യൻ എംബസി അത് 87.5% ഉയർത്തി ഒരുപടി മുന്നോട്ടു പോയത് സൗദിയിലെ പ്രവാസികളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. പുതുക്കിയ നിരക്കനുസരിച്ച് നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്ന അവിദഗ്ധ തൊഴിലാളികളുടെ ഒരു മാസത്തിന്റെ പകുതിയോളം പാസ്പോർട്ട് പുതുക്കാൻ നൽകേണ്ടി വരും. ഇത് 10,000-കണക്കിന് സാധാരണ പ്രവാസികളെ സാരമായി ബാധിക്കും. പ്രവാസികളായ പൌരന്മാരോട് അധികാരികൾ കാണിക്കുന്ന ഇരട്ടമുഖത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നടപടിയിലൂടെ ഉണ്ടായിട്ടുള്ളതെന്നും സെക്രട്ടേറിയറ്റ് അഭിപ്രായപ്പെട്ടു. ലുക്മാൻ പാഴൂർ, മഹ്മൂദ് സഖാഫി മാവൂർ, അബ്ദുൽ ജലീൽ വെളിമുക്ക്, അബ്ദുറഹീം കോട്ടക്കൽ, അബ്ദുൽ നാസർ അൻവരി ക്ലാരി, ഷെരീഫ് മാസ്റ്റർ വെളിമുക്ക് എന്നിവർ സംബന്ധിച്ചു. ജാമിയ സഅദിയ അറബിയയ്ക്ക് കീഴിലുള്ള വിദ്യാനഗർ സഅദിയ സെന്ററിൽ മാസാന്തം നടന്നുവരുന്ന ബുർദ മജ്ലിസും കൂട്ടുപ്രാർത്ഥനയും ഒക്ടോബർ 5 വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരാനന്തരം നടക്കും. മഹബത്ത് റസൂൽ സഅദിയ ബുർദ സംഘം ബുർദ ആലപിക്കും. കൂട്ടുപ്രാർത്ഥനയ്ക്ക് സയ്യിദ് സൈനുൽ ആബിദീൻ മുത്തുക്കോയത്തങ്ങൾ കണ്ണവം നേതൃത്വം നൽകും. പ്രമുഖ സാദാത്തുക്കളും പണ്ഡിതന്മാരും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജിനെത്തുന്ന ഹാജിമാർക്ക് സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജിദ്ദയിലെ ICF RSC പ്രവർത്തകർ ജിദ്ദ RSC വളണ്ടിയർ കോർഡിനേറ്ററും KMIC അഡ്മിനുമായ അബു മിസ്ബാഹ് ഐക്കരപ്പടിയുമായി ബന്ധപ്പെടണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 0558773424 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചെത്തലത്ത് ദ്വീപ് SSF ഈ വർഷം ഹജ്ജ് കർമ്മത്തിനായി പോകുന്നവർക്ക് ഹജ്ജ് ക്ലാസ് സംഘടിപ്പിച്ചു. ക്ലാസിന് കേരളക്കരയിലെ പ്രമുഖ പണ്ഡിതൻ ശഹാബുദ്ദീൻ സഖാഫി നേതൃത്വം നൽകി. ചെത്തലത്ത് ദ്വീപിൽ നിന്നുള്ള ഹാജിമാർ 6-ാം തീയതി കപ്പൽ വഴി ബേപ്പൂരിലേക്ക് പുറപ്പെടും. ലക്ഷദ്വീപിൽ നിന്നുള്ള എല്ലാ ഹാജിമാരും 11-ാം തീയതി കരിപ്പൂരിൽ നിന്നും പുണ്യഭൂമിയിലേക്ക് യാത്രയാകും. RSC ഉണർത്തു സമ്മേളന വാർത്തകൾ. പ്രവാസം ഒരു ദുരവസ്ഥയല്ലെന്നും പ്രവാസത്തെയും പ്രവാസിയെയും ഇത്രമേൽ കൈപ്പുള്ളതാക്കിയതിനു പിന്നിൽ പ്രലോഭനങ്ങളാണെന്നും RSC വിചാര സദസ്സ് അഭിപ്രായപ്പെട്ടു. പ്രലോഭനങ്ങളെ അതിജയിക്കണമെന്ന സന്ദേശത്തിൽ ഗൾഫിലെ 500 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി റിസാല സ്റ്റഡി സർക്കിൾ RSC ദമ്മാം സോൺ കമ്മിറ്റി ദമ്മാമിലെ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചതായിരുന്നു പരിപാടി.
വിചാര സദസ് അലവി ജീവൻ TV ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. RC നാഷണൽ വൈസ് ചെയർമാൻ മുഹമ്മദ് അബ്ദുൽ ബാരി നദ്വി അധ്യക്ഷത വഹിച്ചു. ലുക്മാൻ വിളത്തൂർ കീനോട്ട്സ് അവതരിപ്പിച്ചു. വിവിധ സാമൂഹിക രാഷ്ട്രീയ പത്രമാധ്യമരംഗത്തെ പ്രമുഖർ പരിപാടിയിൽ സംബന്ധിച്ചു. മഹ്മൂദ് സഖാഫി കുറ്റിക്കാട്ടൂർ, അബ്ദുൽ ലത്തീഫ് ഹസനി, സലീം ഓലപ്പിടിക തുടങ്ങിയവർ സംബന്ധിച്ചു. PR കൺവീനർ മുഹമ്മദ് ഇക്ബാൽ വെളിയങ്കോട് സ്വാഗതം പറഞ്ഞു. ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി RC സലാലയിൽ ഉണർത്തു സമ്മേളനം നടത്തി. ഉമർ അലി മിസ്ബാഹി സ്വാഗതം പറഞ്ഞു. മൊയ്തുട്ടി ഫൈസി അധ്യക്ഷനായിരുന്നു. സുലൈമാൻ സൈദി, അബ്ദുൽ കരീം സഖാഫി മടവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉണർത്തു സമ്മേളനങ്ങളുടെ ഭാഗമായി അൽഹസയിൽ കുട്ടികൾക്കായി ഡാഫോഡിൽസ് പരിപാടി സംഘടിപ്പിച്ചു. ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ ധർമ്മബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഘടന പരിപാടി സംഘടിപ്പിക്കുന്നത്. മുബാറസിലെ ത്വയ്ബ മദ്രസയിൽ വിനോദവും വിജ്ഞാനവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾക്ക് സ്നേഹസംഘം ചീഫ് നൌഫൽ താനൂർ, RC ചെയർമാൻ അബ്ദുള്ള സഖാഫി, കൺവീനർ റഫീഖ് ആലപ്പുഴ, അബ്ദുറഹ്മാൻ അണ്ടോണ, അബ്ദുള്ള സഖാഫി മൊറയൂർ എന്നിവർ നേതൃത്വം നൽകി. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം ജിന്ന്, തൗഹീദ്, വഹാബിസം ഒരു ജനകീയ വിചാരണ എന്ന വഹാബി നവോത്ഥാനത്തിന്റെ അടിയന്തര ചർച്ച സുന്നി പണ്ഡിതന്മാർക്ക് മുമ്പിൽ മുഖാമുഖമിരുന്നപ്പോൾ തങ്ങളുടെ അസ്തിത്വം തന്നെ വലിച്ചെറിയേണ്ടി വന്ന മുജാഹിദ് മടവൂർ വിഭാഗത്തിന്റെ ദയനീയതയുടെ രംഗങ്ങൾ കൂടി അനാവരണം ചെയ്യുന്ന പുതുമകൾ നിറഞ്ഞ സമ്മേളനമാണ് ഇന്ന് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ ടൗൺ ഏരിയ സുന്നി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് രാമന്തളി നമ്മോടൊപ്പം ചേരുന്നു. രാമന്തളി സാഹിബ് കേൾക്കാമല്ലോ? വഹാബി നവോത്ഥാനത്തിന്റെ അടിയന്തര ചർച്ച ഇന്ന് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിൽ നടക്കുകയാണല്ലോ. എന്താണ് പ്രധാന പരിപാടികൾ? എന്താണ് ഇന്നത്തെ പരിപാടിയുടെ പ്രത്യേകത? ഇന്ന് കോഴിക്കോട് ഫ്രാൻസിസ് റോഡിനടുത്തുള്ള ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മഗ്‌രിബിന് ശേഷം നവോത്ഥാനത്തിന്റെ അടിയന്തരം അഥവാ വഹാബിസം ഉണ്ടാക്കി എന്ന് പറയുന്ന നവോത്ഥാനത്തിന്റെ 100 വർഷം തികഞ്ഞു എന്ന് അവർ പറയുന്ന 100 വർഷത്തിന് മുമ്പേയുള്ള അടിയന്തരത്തെ കുറിച്ചാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ വഹാബിസത്തിന്റെ നവോത്ഥാനം എന്തായിരുന്നെന്നും വഹാബി നവോത്ഥാനം എത്തിച്ചുവെച്ച നശീകരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും വഹാബികൾ ആദർശപരമായി അവരുണ്ടാക്കി വെച്ച മുന്നേറ്റങ്ങൾ, അവർ അഹങ്കാരത്തോടെ പറയുന്ന ആ മുന്നേറ്റങ്ങളൊക്കെ എന്ത് ഫലങ്ങളാണ് ഇവിടെ തന്നതെന്നും അവസാനം വിദ്യാഭ്യാസവും ബോധവും ലോകത്തെ കാലിക ചലനങ്ങളെക്കുറിച്ച് അവബോധവുമുള്ള ഒരു സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാൻ പോലും പറ്റാത്ത വിധം എത്രത്തോളം ആ പ്രസ്ഥാനം അധപ്പതിച്ചിട്ടുണ്ടെന്നും സാംസ്കാരിക സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്ത വാചകങ്ങളും പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് ഒരു പുതിയ സമൂഹത്തിന്റെ മുന്നിൽ, മാന്യതയുള്ളൊരു സമൂഹത്തിന്റെ മുന്നിൽ ഇരിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഇന്ന് കോഴിക്കോട് നടക്കുന്ന സമ്മേളനം തെളിയിക്കും ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വന്നവർ ജിന്നിന്റെ പേര് പറഞ്ഞ്, ഷെയ്ത്താന്റെ പേര് പറഞ്ഞ്, ഷിർക്കിന്റെ പേര് പറഞ്ഞ് ഒരു സമുദായത്തെ ഒരു കാലഘട്ടത്തിൽ മുശ്രിക്ക് വിളിച്ച് പുറത്താക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏറ്റവും ഒരു മനുഷ്യനെ ഏറ്റവും അവന്റെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, ഏറ്റവും വൃത്തികെട്ട വിധത്തിൽ മുശ്രിക്കെ എന്ന് വിളിക്കുന്ന രൂപത്തിൽ ചർച്ചകൾ നടത്തിയ ഒരു കഴിഞ്ഞ കാലം കേരളത്തിലുണ്ടായിരുന്നു. ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയവരെയെല്ലാം തിരിച്ച് അവരുടെ അനുയായികൾ തന്നെ മുശ്രിക്ക് എന്ന് വിളിക്കുന്ന ചുറ്റുപാടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്ന് തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ ഇന്ന് കോഴിക്കോട് ചർച്ചയിൽ വരികയാണ്. അതോടൊപ്പം ഈ നവോത്ഥാന ചർച്ചയിലെ ജിന്ന് വിഭാഗത്തെയും ജിന്നിനെതിരായി പ്രവർത്തിക്കുന്ന സായിപ്പ് വിഭാഗത്തിന്റെ സിഹർ ഗ്രൂപ്പിനെയും രണ്ടിനെയും എതിർത്തുകൊണ്ട് രംഗത്തുള്ള അതിയുക്തിവാദികളായ മടവൂരികളും ചർച്ചയിൽ വരികയാണ്. കോടമ്പുഴ സംവാദത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ അവരും ഈ ചർച്ചയിലെ നമ്മുടെ വിഷയത്തിൽ അവരും വരുന്നുണ്ട്. അവർ കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിൽ കളവുകളുടെ ഘോഷയാത്രകളായിരുന്നു.
മുന്നിലിരുന്ന സദസ്സിനെ മുഴുവനും കബളിപ്പിച്ചുകൊണ്ടും മുന്നിലുള്ള സദസ്സിന്റെ മുന്നിൽ നിന്ന് തന്നെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടും 3, 4, 5 സന്ദർഭങ്ങൾ തന്നെ അങ്ങനെ നേരിൽ കാണാൻ പറ്റുന്ന വലിയ സംഭവങ്ങളൊക്കെ കോടമ്പുഴയിൽ നടന്നിട്ടുണ്ടായിരുന്നു. നേരിട്ട് CD ഇറങ്ങാത്തത് കൊണ്ട് സമൂഹം പൂർണ്ണമായും അത് അറിഞ്ഞു കാണില്ല. ഇന്ന് കോഴിക്കോട് വെച്ച് അതിന്റെ CD വിതരണം ആരംഭിക്കുന്നതോടെ നമുക്കത് വ്യക്തമാവും. സദസ്സിന്റെ മുന്നിൽ ഞങ്ങൾ 2 മധ്യസ്ഥന്മാർ, ആ നാട്ടുകാരായ 2 മീഡിയേറ്റർമാർ, ഈ 4 ആളുകളെ ഇരുത്തിക്കൊണ്ട് 20ഓളം 2 വിഭാഗത്തിന്റെയും പണ്ഡിതന്മാരായ ടോട്ടൽ 20 പേരെയും 100ഓളം വരുന്ന സദസ്സിനെ ലോകത്തെമ്പാടും ഇരുന്ന് ഈ 2 വിഭാഗത്തിന്റെയും ഓൺലൈൻ ക്ലാസ് റൂമുകളിലൂടെ പ്രത്യേകിച്ച് പ്രവാസി സമൂഹത്തിനെ മുഴുവനും ലൈവായി കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത ആ സംവാദത്തിന്റെ രീതിയിൽ ഇത്രയും ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പ്രിന്റിംഗ് പോലും നിർവഹിക്കാതെ പ്രിന്റിന് പ്രസ്സിൽ പോലും കയറാത്ത DTP മീറ്റർ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഷബാബ് തിരുത്തിയിട്ടുണ്ട്, ഈ ഷബാബിലൂടെ തിരുത്തിയിട്ടുണ്ട്, മാലോകർ അത് വായിച്ചിട്ടുണ്ട്, അസ്സനിമാർ അത് കണ്ടിട്ടില്ലെങ്കിലും മാലോകർ വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കരിമ്പിലാക്കൽ പച്ചക്കള്ളം പറഞ്ഞ ആ പുസ്തകം കയ്യോടെ പിടികൂടുന്ന രംഗങ്ങൾ കൂടി ഇന്ന് കോഴിക്കോട് നമുക്ക് ദൃശ്യമാവും. ക്ലിപ്പുകളിലൂടെയും പ്രഭാഷണത്തിലൂടെയും അത് ദൃശ്യമാകും. അങ്ങനെ ദജ്ജാലുവിനെ കസ്സാബുന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അവസാന കാലഘട്ടം വരുമ്പോ ഇത്തരം ആളുകളെയാണെന്നും വ്യക്തമാവുന്ന സർവ്വ തെളിവുകളും മേളിച്ചൊരു സംവാദമായിരുന്നു ഈ വിദഗ്ധക്കാർക്കെതിരെയുള്ള ഈ കോടമ്പുഴ സംവാദം എന്ന് തെളിയുക കൂടി ചെയ്യുന്ന ചർച്ചയും ഇന്ന് കോഴിക്കോട് വെച്ച് നടക്കും. ഇൻഷാ അല്ലാഹ് സക്കരിയ സലാഹി നൗഷാദ് ഹസനിയെ വാദപ്രതിവാദത്തിന് പല സ്ഥലത്തായിട്ട് വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. ആ വെല്ലുവിളി ഇന്ന് കോഴിക്കോട് വെച്ച് ഇൻഷാ അല്ലാഹ് ഏറ്റെടുക്കും. സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചപ്പോൾ തന്നെ സക്കരിയ സലാഹി ഒരു നിബന്ധന വെച്ചു, ഞങ്ങൾ ആഭ്യന്തര ശുദ്ധീകരണത്തിലാണ് ഇപ്പോഴുള്ളത്, ആഭ്യന്തര ശുദ്ധീകരണം കഴിയട്ടെ, ഹസനി നിങ്ങളോട് ഞങ്ങളുമുണ്ട്, ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് ഇങ്ങോട്ട് വെല്ലുവിളിച്ചതാണ്. ഈ സക്കരിയ സലാഹിയെ പണ്ട് ആലുവ കുന്നത്തേരിയിൽ നിന്ന് 2 പ്രാവശ്യം വ്യവസ്ഥയിൽ അയാൾ വരാതെ ഒഴിഞ്ഞുമാറിയ അന്ന് മുതൽ കാത്തിരിക്കുന്നുണ്ട് ഞങ്ങൾ. സക്കരിയ സലാഹിയെ കൂടി ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സക്കരിയ സലാഹി കൂടി നൗഷാദ് ഹസനിയുടെയും സുന്നി പണ്ഡിതന്മാരുടെയും മുന്നിൽ വരുന്നതോടെ വഹാബിസത്തിന്റെ ജീവൻ നിലനിൽക്കുന്ന അവസാനത്തെ സ്പന്ദനവും ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പിടിച്ചു കിടത്തിക്കളയുമെന്ന് വാക്ക് തരാൻ ഇൻഷാ അല്ലാഹ് സാധിക്കും. ഇൻഷാ അല്ലാഹ് അതിനുകൂടി കേരളം സാക്ഷിയാവുന്നതോടെ വഹാബിസത്തിന്റെ അവസാന വിത്തും കേരളത്തിൽ നിന്നും എടുത്തുമാറ്റപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നത്തെ ചർച്ചയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അതിന്റെ ലൈവും ഉണ്ടായിരിക്കുന്നതാണ് എന്നും ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി ബഹൂർ അഹമ്മദ് അലി സാഹിബ് വിവരങ്ങൾ നൽകിയതിന്. ഓക്കെ, വെൽക്കം. ഓക്കെ, താങ്ക് യു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ ബസ് ചാർജ് വർധന മന്ത്രിസഭാ ഉപസമിതി രൂപവൽക്കരിച്ചു. ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ജിന്ന്, തൗഹീദ്, വഹാബിസം, ജനകീയ വിചാരണ, നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ ഫൈസൽ ഹസനി ഇന്ന് കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ തത്സമയം KMIC-യിൽ. കള്ളുനിരോധ ആവശ്യം ഒരു സമുദായത്തെ ലക്ഷ്യം വെച്ചാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30, സൗദി സമയം 4 മണിക്ക്, UAE സമയം 5 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC-newstime@gmail.com. KMIC ന്യൂസ് ടൈമിന്റെ ഏറ്റവും പുതിയ വാർത്തകളും ചിത്രങ്ങളും ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineNews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.